നമസ്കാരം. പതിരും കതിരും. ഒന്നുകിൽ അയാൾ വിപ്ലവം ജയിക്കണം, അല്ലെങ്കിൽ ചോരച്ചാലുകൾ നീന്തി കയറണം, അതുമല്ലെങ്കിൽ തൂക്കുമരം കിട്ടിയില്ലെങ്കിലും ഊഞ്ഞാലില്ലെങ്കിലും ആടണം. ഇതെല്ലാം പോകട്ടെ എന്ന് വയ്ക്കാം. ഒന്നുകിൽ അയാൾ തള്ളലിൽ ജയിക്കണം, അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ ജയിക്കണം, അതുമല്ലെങ്കിൽ വിള്ളലിലോ ഉരുളലിലോ വിജയിക്കണം. ഇതൊന്നുമില്ലാതെ ഓരോ പകലും ഉദിച്ചസ്തമിക്കുന്നത് വരെ വെല്ലുവിളിയും ആക്കിയ ചിരിയുമായി വിപ്ലവം നടത്തുന്നൊരു യുവ നേതാവാണ് വസീഫ്. എന്തിനാണിങ്ങനെ ഒരു ചെറുപ്പക്കാരൻ സകലരെയും പരിഹസിക്കുന്നത് എന്ന് ആ മുഖത്ത് നോക്കുന്ന ആർക്കും തോന്നും. ഈ വസീഫൊക്കെ പാർട്ടിയുടെ നാളത്തെ പ്രതീക്ഷയാണെന്ന് പറയുമ്പോഴാണ് കുളക്കോഴികൾ വരെ കാട് കയറാൻ മടിക്കുന്നത്. വയനാട്ടിലെ ദുരന്തബാധിതർക്കായി കരുതലുള്ള മുഖ്യൻ കുറേ വീടുകൾ പണിഞ്ഞു കൊടുത്തു. ഭൂകമ്പങ്ങളെ അതിജീവിക്കുന്നതും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത ഏതോ ഗ്ലാസ് ഇട്ടതുമായ 100-ലധികം വീടുകൾ. ഭൂകമ്പം വരല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഒരു മഴ വന്നു. അതോടെ പിണറായി വിഭാവനം ചെയ്ത ഡച്ച് സാങ്കേതിക വിദ്യ അവിടെ പ്രാവർത്തികമായി. റൂം ഫോർ റെയിൻ. മലർന്നു കിടക്കുന്നവൻ്റെ വായിൽ വെള്ളം വീഴുന്നതാണ് ഈ പുതിയ പദ്ധതി. അത് വിള്ളലാണെന്ന് വീട്ടുകാരൻ പറയുന്നു. പെൻസിൽ മാർക്കാണെന്ന് കൈരളി ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് ദേശാഭിമാനി പറയുന്നു. ഉരപ്പ് കടലാസുമായി വന്ന രാജൻ ഉരച്ചു നോക്കിയതോടെ മാർക്കുകൾ മാഞ്ഞു പോകുന്നു. അത് കണ്ട് മന്ത്രിയുടെ കിളി പോയോ എന്ന് വീട്ടുകാരൻ ഒന്ന് സംശയിച്ചു. അതോടെ ദുരന്തത്തിൽ 16 പേരെ നഷ്ടമായ വീട്ടുടമയോട് കമ്മികളും അന്തങ്ങളും പറയുന്നു, പോയി ചാകട, നിനക്ക് വീടില്ല. നീ മരിച്ചവരെ ഓർത്ത് കരയാതെ വീടിനെ പരിഹസിക്കുന്നു. ഈ സർക്കാർ കല്ലിനുമേൽ കല്ല് വെച്ച് പണിതതാണത്രേ ആ സ്വപ്ന ഭവനങ്ങൾ. ഈ കമ്മി സർക്കാർ മാത്രമേ ഇങ്ങനെ കല്ലിൻ്റെ മേൽ കല്ല് വെച്ച് പണിയാറുള്ളൂ. മറ്റുള്ളവരൊക്കെ ആദ്യം മേൽക്കൂര വാർത്ത ശേഷം താഴോട്ട് ഭിത്തിയും അടിത്തറയും കയറിൽ കെട്ടി തൂക്കിയിടുകയാണ്. വിള്ളൽ വീണ ഭവനത്തിൽ ഡിഫി നേതാവായ വസീഫ് പ്രത്യക്ഷപ്പെടുന്നു. വീട്ടുടമയ്ക്ക് രാഷ്ട്രീയമുണ്ടെന്ന് കണ്ടെത്തുന്നു. അതിന് ഉരച്ചു നോക്കേണ്ടി വന്നില്ല. വീട്ടിൽ താമസം തുടങ്ങുന്നതിന് മുമ്പ് ഇയാൾ എന്തിന് സർക്കാരിൻ്റെ വിള്ളലിനെ കുറ്റം പറഞ്ഞു എന്നാണ് യുവനേതാവിൻ്റെ ചോദ്യം. നിങ്ങൾ വിഷുവിന് കയറി പുറത്തോ എന്ന് അനുജ്ഞ നൽകിയത് പിണറായി അല്ലേ? പക്ഷേ ഇപ്പോഴും അവിടെ ചോർച്ച മാറ്റുന്നതേ ഉള്ളൂ. ഊരാളികളായ കുളം തോണ്ടികൾ പറഞ്ഞിട്ടും പാർട്ടിയും ഉരപ്പുരാജനും സമ്മതിക്കുന്നില്ല. അത് വിള്ളലല്ല, പൊട്ടലല്ല, ക്രാക്കാണ്. നിങ്ങളുടെ നോട്ടത്തിൽ മുഴുവൻ ആളുകളും കിറുക്കന്മാരാണല്ലോ. വേണമെങ്കിൽ കിട്ടിയ വീട്ടിൽ നീ പുറത്തോ, അല്ലെങ്കിൽ 15 ലക്ഷവും വാങ്ങി കോൺഗ്രസിൻ്റെ വീട്ടിൽ പോയി പുറത്തോ എന്നാണ് CPM-കാരുടെയും DYFI-കാരുടെയും ഭീഷണി. കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിലും അയാൾക്ക് സർക്കാരിൽ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ ലീഗിൻ്റെ വീട് തേടി പോകാതിരുന്നത്. പിരിച്ചുണ്ടാക്കിയ കോടികൾ ഇരുകക്ഷത്തിലും മുണ്ടിൻ്റെ കോന്തലയിലും കൊണ്ടു നടക്കുന്ന പിണറായി സർക്കാർ ഇന്ന് വരെ ഒരൊറ്റ വീട് പോലും ദുരന്തബാധിതർക്ക് താമസിക്കാൻ പരുവത്തിന് കൊടുത്തിട്ടില്ല. താക്കോല് കൊടുത്ത വീടുകൾക്കാകട്ടെ തുറക്കാൻ കതകുമില്ല. എന്നിട്ടും കാണേണ്ടത് കോൺഗ്രസ് പണിയാൻ പോകുന്ന വീടിൻ്റെ താക്കോലാണ് വസീഫിന്. കുടിക്കുന്ന വെള്ളത്തിലും ഒഴിക്കുന്ന മൂത്രത്തിലും വരെ രാഷ്ട്രീയം കാണുന്ന DYFI നേതാവായ വസീഫിന് പക്ഷേ മറ്റൊരുത്തൻ്റെയും രാഷ്ട്രീയം അങ്ങോട്ട് സഹിക്കില്ല. ഇപ്പോൾ ബാനറുകളും നീട്ടിവലിച്ച് കോൺഗ്രസിൻ്റെ ഭൂമിയിൽ സമരം നടത്തുകയാണ് ഈ വസീഫ്. അവർ വാങ്ങിയിട്ടിരിക്കുന്ന വസ്തുവിൻ്റെ മുഴുവൻ പൈസയും കൊടുത്തിട്ടില്ല പോലും. സർക്കാർ നൗഫലിന് നൽകിയ വീടിന് സംഭവിച്ചത് വിള്ളലല്ല, ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായ വെറും കിനിയലായിരുന്നു അത്. DYFI-ക്കാർ ഒരുപാട് അങ്ങ് കിനിയല്ലേ, ഒരുപാട് കുനിയാൻ ബാക്കിയുള്ളതാ. വല്ല വീട്ടിൽ നിന്നും പൊതിച്ചോറ് വാങ്ങി ദേശാഭിമാനിയിട്ട് പൊതിഞ്ഞ് ആശുപത്രിയിൽ വിതരണം ചെയ്തിട്ട് അതിൻ്റെ വരെ ക്രെഡിറ്റ് അടിക്കുന്ന പുള്ളികളാണ് ഇവർ. നാട്ടിൻപുറങ്ങളിലെ അപ്പുമേസ്ത്രിമാരും പൊന്നപ്പം മേസ്ത്രിയുമൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോലിട്ട് കുത്തി കുത്തി ഉറപ്പിച്ചു പണിത കോൺക്രീറ്റുകൾ ഇന്ന് വരെ ചോർന്നിട്ടില്ല. ഉഡായിപ്പുമായി ഊരാളുങ്കലിനെ സുഖിപ്പിക്കാൻ ഇറങ്ങിയ താങ്കൾക്ക് സഹിക്കുമോ സ്വന്തം വീടിൻ്റെ ചോർച്ച? ഒരു കുടുംബത്തിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ അപകടത്തിൽ മരിച്ചാൽ നമുക്ക് സഹിക്കില്ല. അപ്പോൾ 16 പേരെ നഷ്ടമായ ഒരുത്തൻ്റെ ദുഃഖം എന്തായിരിക്കും? എന്നിട്ടും വസീഫും നിങ്ങളുടെ പാർട്ടിയും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പരിഹസിക്കുന്നത് ശരിയാണോ അയാളെ? ശവം തൂക്കികളെ എന്ന് തിരിച്ചു വിളിക്കേണ്ടി വരും. യുവനേതാവേ, അയാൾ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയ ഒരു വീടുമുണ്ടായിരുന്നു. ആ ദുരന്തം സകലതും കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് സർക്കാരിൻ്റെ ധർമ്മക്കഞ്ഞി കുടിക്കാൻ നൗഫലിന് നിൽക്കേണ്ടി വന്നത്. അത് നിങ്ങളുടെ മഹാദാനമാണെന്നും പിണറായിയുടെ മഹാമനസ്കതയാണെന്നും ഒന്നും പറഞ്ഞേക്കരുത്. നാടിൻ്റെ കാശാണ്. അതുതന്നെയാണ് മമ്മൂക്കയും അവിടെ പറഞ്ഞത്. കിട്ടിയ കാശ് മുക്കാലും പിടുങ്ങി ഇടത് കക്ഷത്തിൽ വെച്ചിട്ടാണ് ഈ പരിഹാസം എന്നോർക്കണം. DYFI-ക്കാരൻ ആക്രി വിറ്റ കാശ് കൊണ്ടുണ്ടാക്കിയ വീടുകളാണെന്ന് കൂടി പറഞ്ഞേക്കണം. ആ ദുരന്തഭൂമിയിൽ ഇനിയും തുടർച്ചയായി വിളവെടുക്കാൻ ചെല്ലല്ലേ വസീഫെ?
ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു പരിഹാസ കഥാപാത്രമായി അധപ്പതിച്ചു പോയോ ഈ വസീഫ്? അപാര പണ്ഡിതനും വാഗ്മിയും നാളെയുടെ വരദാനവുമാണെന്ന് ഒരാൾക്ക് സ്വയം തോന്നുന്ന ഒരവസ്ഥയുണ്ട്. അതാണിപ്പോൾ ഈ വസീഫ്. വരാൻ പോകുന്ന ഒരു വലിയ പരാജയം കൂടി മനസ്സിലുള്ളത് കൊണ്ട് ബേജാറായിരിക്കുന്നു ഈ യുവ നേതാവ്. ഇനി എത്രയെത്ര സമരങ്ങൾ മുന്നിൽ നിന്നും നയിക്കേണ്ട നേതാവാണ്. പണിയും കഴിഞ്ഞ് ഉദ്ഘാടനവും കഴിഞ്ഞ് വിള്ളൽ പരിശോധിക്കുന്ന ആധുനിക ടെക്നോളജി പ്രകാരമാണോ AKG സെൻറ്ററിൻ്റെ 6 നിലയും പണിതത്? അതിലെവിടെയെങ്കിലും മുടിവണ്ണത്തിന് ഒരു ക്രാക്ക് ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ വിവരമറിയും അല്ലേ? ധർമ്മക്കഞ്ഞി കുടിക്കുന്നവൻ്റെ വായിലിത്തിരി വെള്ളം വീണാൽ എന്താ അല്ലേ വസീഫേ?